ഒരു മനുഷ്യൻ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞിട്ടും സ്വർഗത്തിൽ അവന്റെ ദറജ അല്ലാഹ് ഇങ്ങനെ ഉയർത്തി മേലേക്ക് കൊണ്ടുപോവുകയാണ്. സാധാരണഗതിയിൽ സ്വർഗത്തിലെത്തിയ ഒരാൾ അവിടെ തന്നെ ഉറക്കല്ലേ. എന്നാൽ ഈ മനുഷ്യന്റെ സ്ഥാനം അല്ലാഹു ദറജ ഇങ്ങനെ കയറ്റി മുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഫയഖൂലു അന്നാ ഹാദാ, ആ മനുഷ്യൻ ചോദിക്കാണ്, അല്ലാ ഇതൊക്കെ എന്തിനാണ്? ഞാൻ ഇത്രമാത്രം വലിയ എന്ത് അമലാ ചെയ്തിരിക്കുന്നത്? എന്റെ ദറജ വീണ്ടും ഉയർത്തിക്കൊണ്ടിരിക്കുന്നല്ലോ. ഫയുഖാൽ, സ്വർഗത്തിൽ വെച്ച് ആ മനുഷ്യന് മറുപടി കിട്ടുന്നത് ബിസ്തിഗ്ഫാരി വലദിക ലക, നിന്റെ സന്താനം നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയതിന്റെ ഫലമാണ്. പറ്റോ? ഇന്ന് നമ്മുടെ കൂടെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ മക്കൾ നമ്മുടെ ഖബറിനടുത്ത് വന്ന് കരയോ? നമുക്ക് വേണ്ടി നമസ്കാര ശേഷവും മറ്റവന്റെ പ്രാർത്ഥനകളുടെ വേളകളിലും ഒരു ഇസ്തിഗ്ഫാർ നടത്തുമെന്ന പ്രതീക്ഷ നമുക്കൊന്നുണ്ടോ? നമ്മുടെ മക്കൾ, നമ്മുടെ ആൺകുട്ടികൾ, നമ്മുടെ പെൺമക്കൾ പോലും നമ്മളെ ചതിക്കുന്ന വിശ്വാസവഞ്ചകരാകുന്ന പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ഈ ആയത്തുകളും ഹദീസുകളും ചേർത്ത് വെച്ചോളൂ. നിന്റെ മക്കൾ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയതിന്റെ മഹത്വമാണ് ഈ കാണുന്നത്. അതെത്രമാത്രം അധികരിക്കുന്നുവോ അത്രയും നിന്റെ സ്ഥാനം സ്വർഗത്തിൽ അല്ലാഹു ഉയർത്തുകയാണ് ഈ ഹദീസിലൂടെ പഠിപ്പിച്ചത്. സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയ മറ്റൊരു ഹദീസ് മക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ ഒരു ക്രോഡീകരണത്തിന് വേണ്ടി ഞാൻ പറയാം. നമ്മൾ കേട്ടത് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഇദാ മാതൽ ഇൻസാനു, ഒരു മനുഷ്യൻ മരിച്ചാൽ, ഇതൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്താണെങ്കിൽ, ഒരു മനുഷ്യനങ്ങ് മരിച്ചാൽ ഇൻഖതഅ അൻഹു അമലുഹു, അവന്റെ അമലെല്ലാം പിന്നെ നിഷ്ഫലമായി അല്ലെങ്കിൽ മുറിഞ്ഞുപോയി, അവന്റെ അമല് കഴിഞ്ഞു. ഒരു മനുഷ്യന് ആ മരണത്തോടുകൂടെ അവന്റെ അമലുകൾ മുറിഞ്ഞുപോയി. എന്നാൽ ഇല്ലാ മിൻ സലാസത്തിൻ, 3 കാര്യങ്ങൾ ഒഴികെ അതവൻ മരിച്ചാലും അവൻക്ക് പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും. അതേതാണ്? ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയ. സഹോദരങ്ങളെ ശ്രദ്ധിച്ചോളിയും, നമ്മൾ മരിച്ചാൽ നമ്മുടെ പേരിൽ അവിടെ കുറെ ചോറ് വിളമ്പിയാൽ, നമ്മൾ മരിച്ചാൽ നമ്മുടെ ഖബറിന്റെ മൗലിയാരുട്ടിയാൾ എല്ലാരും കൂടെ വന്ന് മാസങ്ങളോളം ഇരുന്ന് ഖുർആൻ ഓതിയാൽ, അതാണോ മിൻ സദഖത്തിൻ ജാരിയ? നമ്മൾ ചെയ്ത സദഖ എങ്ങനത്തെ? ജാരിയത്തിൻ, കുറെ കാലങ്ങളോളം നിലനിൽക്കുന്ന ഒരു സദഖയുണ്ടോ? നമ്മുടെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം കിട്ടും. സ്ഥാപനങ്ങൾ, പള്ളികൾ, മദ്രസകൾ, പാവപ്പെട്ട മനുഷ്യർക്ക് സ്ഥിരമായി പ്രതിഫലം കിട്ടുന്ന വെള്ളം, അങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങൾ. സദഖത്തിൻ ജാരിയ ഉണ്ടോ? ഔ ഇൽമുൻ യുൻതഫഉ ബിഹി, അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഉപകാരപ്രദമായ ഇൽമ്, നമ്മൾ ഒരാൾക്ക് കൊടുത്ത ഇൽമ് പഠിപ്പിച്ചു കൊടുത്തോ? ആ ഇൽമ് പഠിപ്പിച്ചു കൊടുത്ത് നമ്മൾ മരിച്ചാലും ആ വ്യക്തി എത്ര കാലം ജീവിച്ചിരിക്കുന്നു, അമൽ ചെയ്യുന്നുണ്ടോ, കൂലി കിട്ടും. ഇൽമു പഠിപ്പിച്ചു കൊടുക്കൽ, അധ്യാപനത്തിന്റെ മികവ്, അധ്യാപനത്തിന്റെ പ്രതിഫലം ഈ ഹദീസ് വ്യക്തമാക്കുകയാണ്. നിങ്ങൾ ഒരാൾക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ പഠിപ്പിച്ചു കൊടുത്ത ഇൽമിന്റെ പ്രതിഫലം മനുഷ്യ നീ മരിച്ചാലും അവസാനിക്കാതെ കിട്ടിക്കൊണ്ടിരിക്കും. മൂന്നാമത്തേത് ഔ വലദുൻ സ്വാലിഹുൻ യദ്ഊല. ശ്രദ്ധിച്ചോളിട്ട്, ഈ വാക്കിൽ തന്നെയുണ്ട് വലദുൻ, ഒരു സന്താനം, സാലിഹുൻ, സാലിഹായ സന്താനം. ഒരു കുട്ടി എന്നാണ് പറഞ്ഞതെങ്കിൽ ഞാനും നിങ്ങളൊക്കെ രക്ഷപ്പെട്ടു, നമുക്കൊക്കെ ഉണ്ട്. ഒരു കുട്ടിയായാൽ പോരാ, വലദുൻ സാലിഹുൻ, സാലിഹായ ഒരു സന്താനമുണ്ടോ? എങ്ങനത്തെയാണ്? യദ്ഊല, അവന് വേണ്ടിയിട്ട്, മാതാവിന് വേണ്ടി, പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സന്താനം. അതിൽ അടിവരയിടേണ്ടത് എന്താ? പ്രാർത്ഥിക്കുന്ന സന്താനമായ പോരാ, പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനം. ഈ അവസ്ഥയാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടാവേണ്ടത്. ഈ ഒരു രക്ഷയിലേക്ക്, ഈ ഒരു അവസ്ഥയിലേക്ക്, ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള പണിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഹദീസിനോടനുബന്ധിച്ച് ചേർത്ത് വെക്കുകയാണ്. ഇബ്നു മാജ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ മരിച്ചാലും ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി, ഒരു മനുഷ്യൻ മരിച്ചാലും അവന്റെ ഖബറിലേക്ക് എത്തിപ്പെടുന്ന ചില നന്മകളുണ്ട്. പഠിച്ചോ? ഉണ്ട്. ഒരു മനുഷ്യൻ മരിച്ചാലും അവന്റെ കാലശേഷം അവന്റെ ഖബറിലേക്ക് നന്മകൾ എത്തും. എപ്പോഴാണ്? ഇൽമൻ അല്ലമഹു, അവൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് പഠിപ്പിച്ച ഇൽമ്. ഇതൊന്നും ആരും പറഞ്ഞു കൊടുക്കൂല. മരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇൽമൻ അല്ലമഹു, ഒരു മനുഷ്യൻ മരിക്കുന്നതിന്റെ മുമ്പ് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഇൽമ്, അതിന്റെ കൂലി
ആ ഇൽമിനനുസരിച്ച് കിട്ടിക്കൊണ്ടിരിക്കും. വനശറഹു, അവൻ അത് പ്രചരിപ്പിച്ചതിന്റെയും പ്രതിഫലം അവന് കിട്ടും. വവലദൻ സാലിഹൻ തറകഹു, അവൻ ഉപേക്ഷിച്ചു പോയ സാലിഹായ സന്താനം ചെയ്യുന്ന ഇബാദത്തുകളുടെ ഓഹരി മാതാപിതാക്കൾക്ക് കിട്ടും. വമുസ്ഹഫൻ വറസഹു, അവൻ ഒരു ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു പള്ളിയിലേക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു ഖുർആൻ കൊടുക്കുകയാണ്. എന്തിനാ? ഞാൻ മരിച്ച എന്റെ ഖബറിൽ ഓതാൻ അല്ല, ഞാൻ മരിച്ചാലും ഞാൻ ജീവിച്ചിരിക്കുമ്പോഴും നിങ്ങളുടെ വീട്ടിൽ എന്റെ ഈ ഖുർആൻ ഓതണം. എന്നിട്ട് എന്താ കാര്യം? അതിന്റെ ഒക്കെ പ്രതിഫലം ഈ വ്യക്തിക്കും കിട്ടും, ഒന്നും കുറയാതെ. ഖുർആൻ സമ്മാനം കൊടുക്കാറുണ്ടോ? ഖുർആൻ ജനങ്ങൾക്ക് വിതരണം ചെയ്യാറുണ്ടോ? പരിഭാഷ എത്തിച്ചു കൊടുക്കാറുണ്ടോ? നമുക്ക് തോന്നും ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ആണ്, മരിച്ചാലും നമുക്ക് ഉപകരിക്കുന്ന വിഷയമാണ്. മുസ്ഹഫൻ വറസഹു, ഒരു മുസഹഫായി കൊണ്ട് അനന്തരം കൊടുത്താലൗ മസ്ജിദൻ ബനാ, ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ദിക്കിൽ എവിടെയാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും ഒരു പള്ളി ഉണ്ടാക്കി കൊടുത്താൽ അതിന്റെ പ്രതിഫലം അയാൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഔ ബൈത്തൻ, അല്ലെങ്കിൽ ഒരു വീട് വെച്ചു കൊടുത്തു. നമ്മളൊക്കെ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. ചെറുതായെങ്കിലും ഒരു ഓഹരിയെങ്കിലും കൊടുക്കുന്നവരാണ്. ഔ ബൈത്തൻ ഇബ്നി സബീൽ ബനാ, ഒരു വഴിയാത്രക്കാരനായി പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യന്, വീടില്ലാത്തൊരു മനുഷ്യന് വീട് വെച്ചു കൊടുക്കുന്നു. അതിന്റെ ഓഹരി അയാളുടെ ഖബറിലേക്ക്. ഔ നെഹ്റൻ അജ്റാ, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് അയാൾ ഒഴുക്കിയ വെള്ളത്തിന്റെ അരുവിയുടെ കണക്കുകൾ. ഒരു കിണറുണ്ടായി കൊടുത്തു, ഒരു ബോർവെൽ അടിച്ചു കൊടുത്തു, ജനങ്ങൾക്ക് ഉപകരിക്കുന്ന വെള്ളത്തിന് വിതരണം ചെയ്തു. എങ്കിൽ അതിന്റെ പ്രതിഫലം അയാളുടെ ഖബറിലേക്ക് അത് ഉപയോഗിക്കുന്നിടത്തോളം കാലം കിട്ടുകയാണ്. ഔ സദഖതൻ അഖ്റജഹാ, അതേപോലെ തന്നെ അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്ത സദഖ എപ്പോഴാണ്? അഖ്റജഹാ മിൻ മാലിഹി, അവന്റെ സമ്പത്തിൽ നിന്ന് അവൻ ചെലവഴിച്ചത് എപ്പോ? എല്ലാം നഷ്ടപ്പെട്ടു, ആകെ പരീക്ഷണത്തിൽ കുടുങ്ങി, എല്ലാ നിലക്കും പ്രയാസം വരുമ്പോ പ്രയാസം മാറാൻ വേണ്ടി കൊടുത്തതല്ല. ഫീ സിഹ്ഹതിഹി, അവന്റെ ആരോഗ്യമുള്ള കാലത്ത്, ആരോഗ്യമുള്ള കാലത്ത് അവൻ അവന്റെ സമ്പത്ത് കൊടുത്തത്. വസിഅഹയാതിഹി, അവന്റെ ജീവിതകാലത്ത് അവൻ കൊടുത്ത സ്വദഖാത്തുകളുടെ ഓഹരികൾ ആ മനുഷ്യന്റെ മരണശേഷം അവന്റെ ഖബറിലേക്ക് യൽഹഖു മിൻ ബഅദി മൗതിഹി, അവന്റെ മരണശേഷം അവന്റെ ഖബറിലേക്ക് എത്തിപ്പെടുന്ന നന്മകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരം ധാരാളക്കണക്കിന് വചനങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് മക്കളെ ലഭിക്കലും അവരെ സ്വാലിഹീങ്ങളാക്കി മാറ്റലും അവരുടെ പ്രാർത്ഥന കിട്ടലും ഒക്കെ നമുക്ക് വേണം. അതാണ് നമ്മളും ചിന്തിക്കേണ്ടത്, അതാണ് നമ്മുടെ ലക്ഷ്യമാകേണ്ടത്. അതേ സമയത്ത് അവരിലൂടെ നന്മ കിട്ടാൻ, പുണ്യം കിട്ടാൻ, അവരുടേതായ നല്ല സൽഗുണങ്ങൾ എത്തിപ്പെടാനുള്ള പ്രാർത്ഥന വാപ്പാക്കും ഉമ്മാക്കും വേണം. ഇബാദുർ റഹ്മാനായ സ്വാലിഹീങ്ങളായ അടിമകളുടെ പ്രാർത്ഥന, വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. എല്ലാവരും കാണാതെ പഠിച്ചൊരു പ്രാർത്ഥനയായിരിക്കും. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ, റബ്ബേ ഞങ്ങളുടെ സന്താനങ്ങളിലൂടെ ഇണകളിലൂടെ ഞങ്ങൾക്ക് നീ തരണം. എന്താ തരേണ്ടത്? പണമാണോ നമ്മൾ ചോദിക്കുന്നത്? അല്ല, ഖുറത അയ്ൻ, കൺകുളിർമ നൽകണേ. മക്കളിലൂടെ ഇണകളിലൂടെ സന്തോഷമുള്ള ജീവിതം നൽകണേ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, മുത്തഖീങ്ങൾക്ക് ഞങ്ങളെ നീ ഇമാമാക്കണേ അല്ലാഹ്. വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. ഇത്തരത്തിലുള്ള സ്വന്തത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നമുക്കുണ്ടാകണം. അതാണ് വിശുദ്ധ ഖുർആൻ രണ്ട് മക്കളെ പറ്റിയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. നമ്മുടെ കുട്ടി എവിടെയാണെന്ന്. രണ്ട് തരം മക്കളുണ്ട്. ഒന്ന് സൂറത്ത് അഹ്ഖാഫിലൂടെയാണ് പഠിപ്പിക്കുന്നത്. 15, 16, 17 ആയത്തുകളൊന്ന് പരിശോധിച്ചോ. അതിൽ ഒരു മകനെ പറ്റിയിട്ട് പറയാണ്, അവന് ഫലമ്മാ ബലഗ അശുദ്ധഹു വബലഗ 40 സന, പ്രായപൂർത്തിയെത്തി, പക്വതയെത്തി, നല്ല ഒരു മധ്യവയസ്കന് മുമ്പായി ഒരു 40 വയസ്സൊക്കെ എത്തിയപ്പോ അവന് മാതാപിതാക്കളുടെ ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവന് പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ. റബ്ബേ, നീ എനിക്ക് തന്നിരിക്കുന്ന നിഅമത്തിന് നന്ദി കാണിക്കാൻ നീ എന്റെ മനസ്സിൽ നല്ല തോന്നലുണ്ടാക്കണം. എന്നെ നന്ദി കെട്ടവനാക്കി മാറ്റരുത് പടച്ചോൻ. ഒരു മകന്റെ പ്രാർത്ഥന.
എനിക്ക് നന്ദി കാണിക്കാനുള്ള തോന്നലുണ്ടാക്കണേ. എനിക്ക് മാത്രമല്ല വഅലാ വാലിദയ്യ, എന്റെ മാതാപിതാക്കൾക്കും നന്ദി കാണിക്കാൻ. വഅന്ന അമല സാലിഹൻ തർളാ, നീ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ എനിക്ക് നീ തോന്നലുണ്ടാക്കണം. വാസ്ലിഹ് ലീ ഫീ ദുരിയതി, എന്നിട്ട് ആ മകൻ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇവിടുത്തെ കാരണവന്മാരൊക്കെ ചിന്തിക്കുക, നമ്മുടെ മക്കൾക്ക് 10-40 വയസ്സായി, എന്നിട്ട് ആ മക്കള് പ്രാർത്ഥിക്കാണ്, റബ്ബേ വാസ്ലിഹ് ലീ ഫീ ദുരിയതി, എന്റെ മക്കളെ നന്നാക്കി തരണേ. പരമ്പരയായിട്ട് ഇത് മാറി മാറി പോണം. ഇന്നീ തുബ്തു ഇലൈക, അല്ലാഹ് നിന്നിലേക്ക് തൗബ ചെയ്യുന്നു. വഇന്നീ മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സ് സന്താനങ്ങൾക്ക് എത്തിക്കിട്ടണം, അതിനുള്ള പണി വേണം. എന്നിട്ട് ഈ ആയത്തിന് തൊട്ടു താഴെ അല്ലാഹ് പറയാണ്, ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു മകനാണെങ്കിൽ 3 ഗുണങ്ങൾ ആ വ്യക്തിക്ക് നേടാൻ പറ്റും. ഒരൊറ്റ പ്രാർത്ഥന, പക്ഷെ നേട്ടങ്ങൾ 3 ഉലൈകല്ലദീന നതഖബ്ബലു അൻഹും അഹ്സന മാ അമിലു, അവർ ചെയ്തു വെച്ച അമലു സാലിഹാത്തുകൾ അല്ലാഹ് സ്വീകരിക്കും. അങ്ങനത്തെ ഒരു നല്ല മനസ്സിന്റെ പ്രാർത്ഥനയാണ് അവൻ ചെയ്തിരിക്കുന്നത്. അവന്റെ അമലുകൾ അല്ലാഹ് സ്വീകരിക്കും. വനതജാവസു അൻ സയ്യിആതിഹിം, അവരുടെ തെറ്റുകൾ അല്ലാഹ് വിട്ടുപുറത്ത് മാപ്പ് കൊടുക്കും. ഫീ അസ്ഹാബിൽ ജന്ന, അവർ സ്വർഗ്ഗത്തിന്റെ അവകാശികളിൽ അല്ലാഹ് ഉൾപ്പെടുത്തും. പഠിക്കേണ്ട പ്രാർത്ഥനയാണ്. അപ്പോ പഠിക്കേണ്ട പ്രാർത്ഥനയാണ്. അഹ്ഖാഫ് സൂറത്ത് 15-ാമത്തെ ആയത്ത്. എന്നാൽ രണ്ടാമത്തെ ഒരു മകനുണ്ട്, മകനോട് പറയാണ്, മോനെ നീ നിസ്കരിക്കണം. നമ്മളൊക്കെ പറയണ വാക്ക്, മോനെ നീ ഖുർആൻ ക്ലാസ്സിന് പോണം, മോളെ നീ നല്ല വേഷം ധരിക്കണം, നല്ല കൂട്ടുകെട്ടുണ്ടാവണം, ചീത്തയായ കാര്യങ്ങളിലൊന്നും നീ ഇടപെടരുത് എന്നൊക്കെ പറയുമ്പോ നമ്മുടെ മക്കള് പറയുന്ന മറുപടി, രണ്ടാമത്തെ മകനെ പറ്റി പറയാ, വല്ലദീ, മറ്റൊരുത്തനുണ്ട്, ഖാല ലിവാലിദൈ, അവന്റെ മാതാപിതാക്കളോട് പറയാണ്, ഉഫ്ഫിൻ ലക്കുമാ, നിങ്ങൾക്ക് രണ്ടാൾക്കും നാശം. അവന്റെ സ്വൈരമായ ജീവിതത്തിന് ഇപ്പൊ 2 ആളെ തടസ്സമുള്ളൂ, വാപ്പയും. ബാക്കിയുള്ളവരൊക്കെ സപ്പോർട്ടാ, പാർട്ടിക്കാര് സപ്പോർട്ടാണ്, സ്കൂളിനകത്തും പുറത്തും കച്ചവടക്കാരും ലഹരിക്കാരും എല്ലാവരും അവനക്ക് സപ്പോർട്ടാണ്. ആകെ അവന്റെ മുമ്പിൽ 2 ശത്രു, നോ എന്ന് പറയുന്ന 2 ആളുണ്ട്, വാപ്പയും ഉമ്മയും. ഇതിനൊരു കാരണമുണ്ട് സുഹൃത്തുക്കളെ. ചെറിയ പ്രായത്തിൽ നമ്മുടെ മദ്രസാ തലം മുതൽ ഹൈസ്കൂൾ പ്രായം മുതൽ എല്ലാ സമയത്തും കിട്ടേണ്ടുന്ന യഥാർത്ഥ രൂപത്തിൽ മാതാപിതാക്കളോട്, കുടുംബത്തോട്, പടച്ചോനോട്, നിസ്കാരത്തിലെ തുടങ്ങിയ ഓരോ കാര്യങ്ങളിലുള്ള ദീനിന്റെ ചിട്ട എന്താന്ന് പഠിപ്പിക്കേണ്ട സമയത്ത് നമ്മൾ പഠിപ്പിച്ചില്ല. അന്ന് നമ്മളൊരു തടസ്സം പറഞ്ഞു, അവൻക്ക് സ്കൂളാണ്, അവൻ CBSE ആണ്, അവൻ 10ാം ക്ലാസ്സിലാണ്. അങ്ങനെ ഒരു കാലം കഴിഞ്ഞ് അവൻ ആള് മോശമാകാൻ തുടങ്ങി. അന്ന് നമ്മൾ പോയിട്ട് വഅദ് പറയാൻ തുടങ്ങി. നമ്മൾ അപ്പോഴാണ് തുടങ്ങുക, അതുവരെ നമ്മൾ ചിന്തിക്കൂല. അന്ന് നമ്മൾ പറയാം, മോനെ അള്ളയുണ്ട്, മോനെ റസൂലുണ്ട്, നിസ്കാരം വേണം, നല്ല കുട്ടിയാവണം, ഉറങ്ങുമ്പോ പ്രാർത്ഥന ഉണ്ട്, ഡ്രസ് ഇങ്ങനെ ആകരുത്, ഇതൊക്കെ പറയാൻ തുടങ്ങിയപ്പോ നമ്മുടെ +2കാരന്റെ വികാരങ്ങൾ തളക്കാൻ തുടങ്ങി. അവൻ പറയുന്ന മറുപടി പോലെ, ഉഫ്ഫിൽ ലക്കുമാ, നിങ്ങൾക്ക് 2 പേർക്കും നാശം. വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. അതഇദാനിനി അൻനുഖറജ, അല്ല നിങ്ങൾ 2 ആളും കൂടെ ഇന്നെ എന്റെ ചിന്തയിൽ നിന്ന്, ആശയത്തിൽ നിന്ന് പുറത്താക്കാനാണോ ഉദ്ദേശിക്കുന്നത്? നിങ്ങളിപ്പോ എന്നെ മതം മാറ്റാനാണോ ഉദ്ദേശിക്കുന്നത്? വഖദ് ഖലത്തിൽ ഖുറൂനു മിൻ ഖബലി, നിസ്കരിക്കാതെ ദൈവവിശ്വാസമില്ലാതെ എത്ര ആൾക്കാരാണ് എന്റെ മുമ്പ് ജീവിച്ചു പോയത്. ഓലൊക്കെ നിസ്കരിച്ചിട്ടാണ്, അവരൊക്കെ ഇങ്ങനെ ഖുർആൻ ക്ലാസ്സിന് പോയിട്ടാ. വഖദ് ഖലത്തിൽ ഖുറൂനു മിൻ ഖബലി, എന്റെ മുമ്പ് എത്ര മനുഷ്യന്മാർ കഴിഞ്ഞുപോയി. ഈ വാക്ക് കേട്ടപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് 2 മാതാപിതാക്കളും അള്ളാനോട് ഇസ്തിഗാസ നടത്തുകയാണ്. അല്ലാ, ഒന്നും വേണ്ട, എന്റെ കുട്ടി നന്നായാ മതി. നമ്മൾ കരയും, നമ്മൾ ഉറക്കൊഴിക്കും, നമ്മൾ ഏത് കൗൺസിലറുടെ മുറ്റത്തും ക്യൂ നിൽക്കാൻ തയ്യാറാവും, ലക്ഷങ്ങൾ ചെലവഴിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കും. എന്തേ? നമ്മളെ കുട്ടിനെ തിരിച്ചു കിട്ടണം. 2 മാതാപിതാക്കളും അള്ളാനോട് ഇസ്തിഗാസ ചോദിച്ച് സഹായം ചോദിക്കുകയാണ്. എന്തൊക്കെ പറയുമ്പോഴും മകൻ വീണ്ടും പറയാണ്, മകൻ ഓരോന്ന് പറയുമ്പോഴും എതിർക്കുകയാണ്. അവസാനം രക്ഷിതാക്കൾ പറയാണ്, വൈലക്, നിനക്ക് നാശം, നിനക്ക് നാശം. ആമിൻ, നീ ഒന്ന് വിശ്വസിക്കടാ മോനെ.
പരലോകമുണ്ട്, സ്വർഗ്ഗമുണ്ട്, ഒന്ന് വിശ്വസിക്ക്. ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യമാണ് മോനെ, ഇതൊന്ന് അംഗീകരിക്ക്. ഫയഖൂൽ, അപ്പോഴും മകൻ പറയുകയാണ്, ഈ വാക്ക് കേട്ടോളൂ, ഇന്ന് പറയുന്ന വാക്കല്ലേ, മാ ഹാദാ ഇല്ലാ സാതീറുൽ അവ്വലീൻ, ഇതൊക്കെ ഉമ്മ കെട്ടുകഥയാണ്, ഖുർആൻ കെട്ടുകഥയാണ്, നിങ്ങൾ പറയുന്ന നബിചരിത്രം കെട്ടുകഥയാണ്, ഇതൊന്നും എന്റെ ഇടത്ത് വിളമ്പണ്ട, ഇതൊന്നും നമുക്ക് വേണ്ട. ഈ അവസ്ഥയെക്കുറിച്ച് ഭയപ്പെട്ടുകൊണ്ട് വേണം നമ്മുടെ ഓരോ രക്ഷിതാക്കളും നമ്മുടെ മക്കളെ വിദ്യാലയത്തിലേക്ക് പറഞ്ഞയച്ചപ്പോൾ അവർക്ക് കൊടുക്കേണ്ടുന്നതെല്ലാം ശരിക്ക് ചെയ്തു കൊടുക്കുന്ന നമ്മൾ ഈ വാക്കുകൾ നമ്മുടെ മുഖത്ത് നോക്കി പറയുമോ എന്ന ഭയം എന്നും നമുക്കുണ്ടാവണം. അവരെ പറ്റിയാണ് പറഞ്ഞത്, ഉലൈകല്ലദീന ഹഖ്ഖ അലൈഹിമുൽ ഖൗൽ, അല്ലാഹുവിന്റെ ശിക്ഷയുടെ വാക്കുകൾ അവരിൽ വന്നിറങ്ങും. ഇത്തരം മക്കൾക്ക് അല്ലാഹുവിന്റെ ശാപമാണ്, ശിക്ഷയാണ് വരാൻ പോണത്, അപകടകരമാണ്. സുഹൃത്തുക്കളെ, പൂർവകാലങ്ങളിൽ ഇല്ലാത്ത പുതിയ കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ ചില പരീക്ഷണങ്ങൾ നമ്മളെ ഏറെ വേദനിപ്പിക്കുകയാണ്. സ്വവർഗരതി, നമ്മളിതിങ്ങനെ കേൾക്കുകയാണ്, ഓരോ വാർത്തകൾ. ആൺകുട്ടികളുടെ കൂടെ ജീവിക്കണം, പെൺകുട്ടി തന്റെ ഇണയായിക്കൊണ്ട് ഇവളെയാണ് എനിക്ക് വേണ്ടത്, അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് ജീവിക്കാൻ സമ്മതിക്കണം. അതിനുവേണ്ടി കോടതിയിൽ പോകുന്നു, അതിനു വേണ്ടുന്ന നിയമപരിരക്ഷ മേടിക്കുന്നു. സുഹൃത്തുക്കളെ, ഏറെ വിഷമകരമാണ്. നമ്മളൊക്കെ വിചാരിക്കുന്നു അതൊക്കെ ഏതോ കാട്ടിലെ ഏതോ നാട്ടിലെ ഏതോ ചാനലിൽ വന്നതല്ലേ, ഇതൊന്നും എന്റെ വീട്ടിൽ പ്രശ്നമില്ല എന്ന പേടിച്ചോ? പുതിയ കാലഘട്ടത്തിൽ ഇത്തരം ചിന്തകൾക്ക് സ്വാധീനമുണ്ടാകാനുള്ള കാരണമുണ്ട്. എന്തുകൊണ്ടാ? ഇതൊരു തെറ്റല്ല എന്ന വാദം ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നു. ഇത് എതിർക്കുന്ന ആളുകളെ മോശക്കാരായി, പഴഞ്ചനായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ ഉദാര ലൈംഗികവാദികൾ ഇതിനെ കൊണ്ടാഘോഷിച്ചു കൊണ്ടിരിക്കുക. അവർക്കൊക്കെ ഭയങ്കര പൊലിവായി. പക്ഷേ മുസ്ലിം പേരുകളിൽ ഇത്തരം കഥകളിൽ കയറി വരുമ്പോൾ ഏറെ ഭയാനകമായി നമ്മൾ ചിന്തിക്കേണ്ടത്, 25 നബിമാരുടെ ചരിത്രം പഠിപ്പിച്ച വിശുദ്ധ ഖുർആനിൽ ഒരു പ്രവാചകന്റെ ചരിത്രം പറഞ്ഞത് അവർക്ക് 3 ശിക്ഷകൾ ഇറങ്ങിയെന്നാണ്. ഒരൊറ്റ നബിന്റെ ചരിത്രത്തില് ആ നബിന്റെ ഖൗമിന് 3 ശിക്ഷ ഇറങ്ങി. ആരാണവർ? ഖൗമു ലൂത്ത്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഖൗമാണ്. ഫഅഖദതുഹുമുസ്സൈഅതു മുശ്രിഖീൻ, അവരെ മൊത്തം ഘോരമായ ഒരു ശബ്ദം പിടികൂടി. ഫജഅൽനാ ആലിയഹാ സാഫിലഹാ, കീഴ്മേൽ അവരെ മറിക്കപ്പെട്ടു. വംതർനാ അലൈഹിം ഹിജാറതൻ മിൻ സിജ്ജീൽ, അതിഭീകരമായ ഘോരമായ ആകാശത്തു നിന്നുള്ള ചരൽ കല്ലുകൾ അവരുടെ മേൽ ശിക്ഷയായി പെയ്തിറങ്ങി. ഈ 3 ശിക്ഷ വന്നിറങ്ങിയത് സ്വവർഗാനുരാഗികളായ, സ്വന്തം വർഗത്തിൽപ്പെട്ട മൃഗങ്ങൾ പോലും ചെയ്യാത്ത പ്രവർത്തനത്തിന് ഓശാന പാടി നിന്ന് അതിന്റെ പേരിൽ ജീവിച്ചവരാണ്. ആ നിലക്ക് അവർ വലിയ ദൃഷ്ടാന്തമായിക്കൊണ്ട് അതൊരു പാഠമായി ഇന്നും ആ ചാവുകടൽ ലോകത്ത് നിലനിൽക്കുന്നുണ്ട് പഠിക്കാൻ. അമ്ലാംശം കൂടുതലുള്ള ആ സമുദ്രം ചാവുകടലായി ഇന്നും ലോകത്ത് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, യുവാക്കളെ, രക്ഷിതാക്കൾ ഓരോരുത്തർ ചിന്തിച്ചോ, പടച്ചറപ്പേ എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാക്കരുതേ, അതൊരു പാപമാണ്, മോശമാണെന്ന ചിന്ത ഇന്ന് നമ്മുടെ മനസ്സിൽ കയറി വരണം. അല്ലാഹ് ശപിച്ചിരിക്കുന്നു അല്ലാഹുവല്ലാത്തവരുടെ പേരിൽ ബലിയറുക്കുന്നവരെ, സംശയമില്ല, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ ബലിയറുക്കുന്നവരെ ശപിച്ചിരിക്കുന്നു. മാതാപിതാക്കളെ ചീത്ത വിളിച്ചവൻ, ശകാരിച്ചവനെ അല്ലാഹ് ശപിച്ചിരിക്കുന്നു. ഹദീസിൽ വന്നതാ. അതിന്റെ ബാക്കി അല്ലാഹ് ശപിച്ചിരിക്കുന്നു. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഖൗമ് ചെയ്തിരുന്ന പണി ചെയ്യുന്നവരാരാണെങ്കിലും അവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. വെറുക്കപ്പെട്ട ഈ അശ്ലീലതയെ എതിർക്കേണ്ടവരാണ്, മൗനം പാലിക്കേണ്ടവരല്ല നമ്മൾ. എന്തതിന് പരിഹാരം? തർബിയത്തൻ ഫീ സിഗരിഹി, ചെറിയ പ്രായം മുതൽ കുട്ടികൾക്ക് ദീനിന്റെ തർബിയത്ത് കൊടുക്കുക. കിടക്കേണ്ട സമയത്ത് അവരുടെ 10 വയസ്സിന് ശേഷമുള്ള പ്രായത്തിൽ പോലും ആൺകുട്ടികളാണെങ്കിൽ പോലും 2 പേരെ മാറ്റിക്കിടത്താൻ പറഞ്ഞു. പെൺകുട്ടികളാണെങ്കിൽ പോലും നമ്മുടെ മക്കളാണെങ്കിലും മാറ്റിക്കിടത്താൻ പറഞ്ഞു. നമസ്കാരം ശീലിപ്പിക്കാൻ പറഞ്ഞു. വീട്ടിലേക്ക് ഉമ്മാന്റെ ഉപ്പാന്റെ ബെഡ്റൂമിലേക്ക് കയറി വരുന്ന ചില സമയങ്ങളിൽ അനുവാദം ചോദിച്ചിട്ടല്ലാതെ കയറാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട്.
പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ ചെറുപ്രായത്തിൽ അവരെ പഠിപ്പിക്കണം. വൽ ഉലൂമു ദീനിയ, നമ്മൾ മതപരമായ ദീനിയായ ഇൽമിന് പകരം നമ്മൾ ഇന്ന് കയ്യിൽ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ ഉണ്ട് നമ്മുടെ കയ്യില്. പക്ഷെ അതുകൊണ്ടൊന്നും ഈ ദുരാചാരത്തെ എതിർക്കാൻ നമുക്ക് കഴിയില്ല. നല്ല ദീനിയായ ചിട്ടകൾ അവരുടെ മുമ്പിലേക്ക് കൊണ്ടുവരണം. എന്തുകൊണ്ട്? അവർ കാണുന്ന സിനിമകളാവട്ടെ, റീൽസുകളാവട്ടെ, കണ്ടുകൊണ്ടിരിക്കുന്ന മീഡിയയുടെ സ്വാധീനങ്ങളാവട്ടെ, വേണ്ടാത്തരങ്ങൾക്ക് ഓശാന പാടുന്ന പുതിയ കാലഘട്ടമാണ് എന്ന് മനസ്സിലാക്കുക. വതർക്കുൽ മുഹറമാത്ത്, ഉലമാക്കന്മാര് പറയാ, കുടുംബത്തിലെ വാപ്പയും ഉമ്മയും അടക്കമുള്ളവർ സകല തിന്മകളിൽ നിന്ന് വിട്ടുനിന്നില്ലെങ്കിൽ സ്വന്തം കുട്ടികളിൽ തെറ്റ് സംഭവിക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കാൻ പോലും നമുക്ക് അർഹതയില്ലാതെയാകും. അതൊരു കാരണമായി മാറരുത്. സകല നന്മകൾക്കും വേണ്ടിയിട്ട് റബ്ബിനോട് കുട്ടികൾക്ക് വേണ്ടിയും തനിക്ക് വേണ്ടിയും നബി തങ്ങൾ പ്രാർത്ഥിച്ചിരുന്നല്ലോ. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. അല്ലാഹുവേ, ഞാൻ നിന്നോട് ചോദിക്കുന്നു അൽ ഹുദാ, നേർമാർഗം, വത്തുഖാ, തഖ്വ ചോദിക്കുന്നു, വൽ അഫാഫ്, പതിവ്രത പരിശുദ്ധമായ ജീവിതം ചോദിക്കുന്നു, വൽ ഗിനാ, സകല ഐശ്വര്യങ്ങളും നിന്നോട് ചോദിക്കുന്നു റബ്ബേ. അങ്ങനെ നല്ല രൂപത്തിലുള്ള ചിന്തകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ലഹരിയുടെ കെണിയായി മക്കൾ മാറിക്കൊണ്ടിരിക്കുക. ലഹരിയുടെ ഉപയോഗം ചെയ്യുന്ന ആളുകൾ, കച്ചവടം ചെയ്യുന്നവർ, അതൊരു ജീവിത മാർഗമായി കൊണ്ടു നടക്കുന്ന ചെറിയ പ്രായമുള്ള മക്കൾ വരെ പ്രതികളാക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ രാത്രി 10 മണിക്കും 12 മണിക്കും എത്തിയാഞ്ഞിട്ട് പോലും ചോദ്യം ചോദിക്കാത്ത വാപ്പമാരും ഉമ്മമാരുമുണ്ട്. ദിവസങ്ങളോളം വീട്ടിൽ കാണാതായിട്ടും അവരെവിടെയാണെന്ന് അന്വേഷിക്കാത്ത രക്ഷിതാക്കളൊക്കെ ഒന്ന് ചിന്തിച്ചോ, നമ്മുടെ മക്കൾ ഏത് അപകട കുടിയിലാണ് പെട്ടിരിക്കുന്നത് എന്ന് നോക്കുക. വളരെ ശ്രദ്ധയോടെ ചില കാരണങ്ങൾ ആധുനിക വിജ്ഞാനത്തിന്റെ മേഖലയിൽ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ചില പ്രത്യേകമായ കാരണങ്ങൾ അതിനുണ്ട്. ആ കാരണങ്ങളെ, അതിനൊരു കാരണമാണ് ഹുസൂലിയത്ത്, ലഭ്യത. ലഹരി കിട്ടാനുള്ള സൗകര്യം ഇന്ന് നാട്ടിൽ കൂടുതലാണ്. അപ്പൊ ലഹരി ഉപയോഗിക്കാൻ സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെയാണ് ഉലമാക്കന്മാർ പറഞ്ഞത് ഖലീലിയത്ത്, അവരുടെ കൂട്ടുകെട്ട്. ചങ്ങാതിമാര് തല്ലിപ്പൊളിയാണോ നമ്മുടെ മക്കളിൽ അതിന്റെ സ്വാധീനം ഉണ്ടാക്കും. നമ്മൾ എത്ര പള്ളി പോയി നിസ്കരിച്ചാലും നമ്മുടെ കുട്ടിയുടെ കൂട്ടുകെട്ട് ശ്രദ്ധിക്കണം. ജിജ്ഞാസയുണ്ടാക്കുക, അത് ഉപയോഗിച്ചാൽ എന്തായിരിക്കും അനുഭവം എന്ന് തോന്നിക്കുന്ന ചിന്തകൾ വരികയും ഉപയോഗിക്കാൻ പ്രേരണമാകുന്നതുമുണ്ട്. ആസ്വാദനം എന്നത് പുതിയ തലമുറയിൽ എന്തും ആസ്വദിക്കുക എന്ന ചിന്ത വളർന്നു വന്നിട്ടുണ്ട്. അവർ അതിലേക്ക് തൊടാൻ സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ ഉലമാക്കന്മാർ രേഖപ്പെടുത്തിയതാണ്, ഈ പ്രായഘട്ടത്തിൽ, ഈ കുട്ടിക്കാലഘട്ടങ്ങൾ, കൗമാര കാലഘട്ടത്തിൽ ടെൻഷനും ഡിപ്രഷനും ഒക്കെ വ്യാപകമായിരിക്കും. ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവും. അതൊക്കെ രക്ഷിതാവിന് പരിഹരിച്ചു കൊടുക്കാനും അയാൾ വാപ്പാനോട് ഉമ്മാനോട് പറയാനും വീട്ടിൽ സ്വന്തം കുടുംബത്തിൽ സ്നേഹത്തിന്റെ തണലിൽ അതിനെയൊക്കെ മറികടക്കാനും നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്.